നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്നേ ഒടുവില് ശ്രുതി ആകെപ്പാടെ തകർന്നുപോയി. ഒരു പല്ലും പോയി, നാണക്കേടുമായി. ഇതിൽ പര ഒരു ഗതികേട് വരാനില്ലെന്ന് ശ്രുതിക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും വർഷയുടെ പിടിയിൽ നിന്ന് ശ്രുതി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അതൊന്നും നടന്നില്ല. വർഷ പിടിച്ച പിടിയാലെ തന്നെ ശ്രുതിക്കിട്ട് പണി കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും വീട്ടിലുള്ളവരൊക്കെ ചോദിച്ചു ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഉത്തരവില്ലാതെ ശ്രുതിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. പിന്നീട് റെസ്റ്റ് എടുക്കാനെന്നും പറഞ്ഞിട്ട് ശ്രുതി മുറിയിലേക്ക് പോവുക. വർഷയോട് തീരാത്ത വകയായിരുന്നു ശ്രുതിക്ക്. ഇവളെന്ത് കാണിക്കാനാ തന്റെ പിന്നാലെ വന്നേ? അതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ. തന്റെ ഒരു പല്ല് നഷ്ടപ്പെട്ട് ഒരു പ്രശ്നമില്ലാതിരുന്നായിരുന്നു. നല്ല ഒന്നാം തന്നെ ഒരു പല്ല് പോയത് വിഷമത്തിലായിരുന്നു ശ്രുതി. ഈ സമയത്ത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ ഒരു അർജന്റ് മീറ്റിങ്ങിലായിരുന്നു. അപ്പം റെസ്റ്റോറൻറ്റ് മാനേജറുടെ മോളുണ്ടായിരുന്നു നീതു. അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീതു പറഞ്ഞു, അതെ, ഫോറിൻ കൺട്രീസിലൊക്കെ ഈ റെസ്റ്റോറൻറ്റ് ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഓരോ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. കാരണം അവിടെ വരുന്ന ആൾക്കാരെ വെച്ചിട്ടൊരു മത്സരങ്ങൾ നടത്തും. അപ്പോൾ അതിന് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും അങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്ന് ചോദിച്ചു. കാരണം ഫെസ്റ്റിവൽ സീസണൊക്കെ വരാൻ പോകുന്നത്. അത് മാത്രമല്ല ഓരോ വർഷം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് അതൊരു പേരും ആകുമെന്ന് പറഞ്ഞു. കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വരികയും ചെയ്യും. ആൾക്കാരെ ആകർഷിക്കാനായിട്ട് നല്ലൊരു കാര്യം തന്നെയാണ് മത്സരങ്ങളൊക്കെ നടത്തി അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ശ്രീകാന്ത് പറഞ്ഞു, അതിനോട് എനിക്ക് യോജിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് വർഷ വിളിക്കുന്നത്. വർഷ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് നോക്കി വർഷയെ വിളിക്കുന്നത്. ശ്രീകാന്ത് കോള് കട്ട് ചെയ്തു, എടുത്തില്ല. വർഷ ഓർത്തു, ഇവൻ എന്താ താൻ വിളിച്ചിട്ട് എടുക്കാത്തെ? വീണ്ടും വർഷ വിളിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ഈ മീറ്റിങ്ങിലായതുകൊണ്ട് ശ്രീകാന്ത് വീണ്ടും കോള് കട്ട് ചെയ്തു. ഓഹോ, അപ്പോൾ അവന് തൻ്റെ കോൾ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെസ്റ്റോറൻറ്റ് ജോലി ചെയ്ത് 1 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഒന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി. അതിന് പോലും അവന് പറ്റില്ല. സ്നേഹിച്ചിരുന്ന സമയത്താണെങ്കിലും ഒന്ന് വിളിക്കുമ്പോൾ അപ്പം തന്നെ കോൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, തന്നെ അവോയ്ഡ് ചെയ്യുവാണോ? അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരുത്തി വന്നിട്ടുണ്ടല്ലോ, MD മോള്, അവള് കാണുമായിരിക്കും അവിടെ. അതൊക്കെ ഓർത്തിഞ്ഞപ്പോൾ വർഷയ്ക്കാണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വർഷ വീണ്ടും വിളിച്ചോണ്ടിരുന്നു. പക്ഷെ മീറ്റിങ്ങിന്റെ സമയമായതുകൊണ്ട് ശ്രീകാന്ത് ഒന്നും മൈൻഡ് ചെയ്തില്ല. ആ സമയം നീതു കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റെസ്റ്റോറൻറ്റിൽ നടത്തുന്ന ആ ഒരു കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശ്രീകാന്ത് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. പക്ഷേങ്കിൽ അത് വർഷയ്ക്ക് അറിയുണ്ടായിരുന്നില്ലല്ലോ. ഈ സമയത്ത് സച്ചിൻ കമ്പനിക്കാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നത്. കൂട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ആഹാ, നിന്നെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോടാന്ന് പറഞ്ഞു. അത് സച്ചേട്ടാ, എനിക്കൊരു ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ജോലിയോ? അതെന്ത് ജോലിയാടാ? ദുബായിലാന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോവുക. ദുബായ് ജോലിയാ? അവിടെ എന്ത് ജോലിയാ? ഈ പണി തന്നെ, ഡ്രൈവിംഗ് പണിന്ന് പറഞ്ഞു. ആ, കൊള്ളാലോ. എവിടെയാണെങ്കിലും നന്നായിട്ട് പോയാൽ മതി. അല്ല, നല്ല കമ്പനിയൊക്കെ ആണോ? അങ്ങനെയുള്ള കമ്പനിയിലൊക്കെ ആണോ കയറുന്നതെന്ന് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല സച്ചേട്ടാ, എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാ പോണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന് തൻ്റെ കവറിനകത്തുനിന്നൊരു കുപ്പി അങ്ങെടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ? ഞാൻ പോകുന്നതിൻ്റെ ചിലവാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ഇത് നല്ല വില കൂടിയ മദ്യമൊക്കെ ആണല്ലോന്ന് മഹേഷ് അത് വാങ്ങിച്ചിട്ട് പറയാണ്. അത് കേട്ടിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി നമ്മൾ എത്ര നാൾ കഴിഞ്ഞതിന് ശേഷം ഒത്തുകൂടുന്ന? ഒരു 2 വർഷമെങ്കിലും പിടിക്കും തിരികെ വരാനായിട്ട്. സച്ചി പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമല്ലോ എന്ന് പറഞ്ഞു. മഹേഷ് ചോദിച്ചു, അല്ല സച്ചി, നിന്നെ രേവതി സമ്മതിക്കോ കുടിക്കാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സച്ചിക്കൊരു സംശയം. സച്ചി പെട്ടെന്ന് പറഞ്ഞു, അതെ, 1 മിനിറ്റ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കൊണ്ട് അവിടെ നിങ്ങോട്ട് മാറി രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പുറത്ത് പോകുക, അവന് പുറത്ത് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. രേവതി പറഞ്ഞാ, നല്ല കാര്യമാണല്ലോ. കാരണം ഇവിടെ കിട്ടുന്ന ശമ്പളത്തേക്കാളും ഇരട്ടി പൈസ അവിടെ കിട്ടും. പിന്നെ നല്ല കാര്യമല്ലേന്ന് ചോദിച്ചു. അതെ, എന്ത് പറ്റി സച്ചിയേട്ടാ? പിന്നെ അവൻ പോകുന്നതിന് മുമ്പ് ഒരു പാർട്ടി തരുന്നുണ്ടെന്ന് പറഞ്ഞു. പാർട്ടി? എന്ത് പാർട്ടി? അത് പിന്നെ മനസ്സിലായി. മദ്യപാന പാർട്ടി ആണോന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, ഇനിയിപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടല്ലേ അവനെ കാണാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, കൂടുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ മദ്യപിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എന്നാലും ഇല്ല സച്ചേട്ടാ. സച്ചിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചേക്കരുതെന്ന്. പോകുന്നവര് പോട്ടെ, അവർക്ക് 2 വിഷസൊക്കെ പറഞ്ഞു വിട്ടാൽ മതി. 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരട്ടെ. അതിന് മദ്യപിക്കണം എന്നല്ല നിർബന്ധം ചോദിച്ചു. എന്നാലും കൂടുമ്പോൾ ഒരു സന്തോഷം, കൂടുതൽ സന്തോഷം സച്ചേട്ടന് വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, മദ്യപിച്ചിട്ട് എങ്ങാനും 4 കാലം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും.
അങ്ങനെയൊക്കെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം ദേഷ്യമൊക്കെ. സച്ചി പറഞ്ഞു എന്നാലും രേവതി ഒരെന്നാലും ഇല്ല, മദ്യപിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലെന്നും പറഞ്ഞ് രേവതി കോള് കട്ട് ചെയ്തു. സച്ചിക്ക് എന്തിയാണെന്ന് അറിയില്ല, പക്ഷെ മദ്യപിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കൂട്ടുകാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക, അതും വില കൂടെയും മദ്യമാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ സമയം ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് പല്ലുവേദന കുറവുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ പല്ലെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേദന പെട്ടെന്ന് കുറയും തോന്നുന്നുണ്ടോ ശ്രുതിക്ക്? ശ്രുതി പറഞ്ഞു എനിക്കറിയത്തില്ല, അതെങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രുതി ബാത്റൂമിലേക്ക് കയറി പോവാണ്. ആ സമയത്താണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ശ്രുതി നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്തൊരു നമ്പർ, ആരായിരിക്കും? എടുത്ത് നോക്കാന്നോർത്ത് കോൾ എടുക്കുവാണ്. ആ സമയത്ത് അങ്ങേ തലയ്ക്കുന്ന ഒരു പുരുഷ ശബ്ദമാണ് കേട്ടത്. അതെ, ഇതുവരെയായിട്ടും വാടക തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി ഞെട്ടിപ്പോയി. വാടകയോ? ശ്രുതി ചോദിച്ചു, എന്ത് വാടക? അല്ല, ഇത് ശ്രുതിയുടെ നമ്പർ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വാടക ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, 5-ാം തീയതിക്ക് മുമ്പ് കിട്ടുന്നായിരുന്നു, ഇതുവരെയായിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് വാടകയുടെ കാര്യം പറയണേ? ഷോപ്പിന്റെ വാടകയൊക്കെ നേരത്തെ കൊടുത്താണല്ലോ, പിന്നെ ഏത് വാടകയുടെ കാര്യമാണ് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെ വിളിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു. അതെ, നിങ്ങൾ ആരെ ഫോൺ എടുത്തിരിക്കുന്നത് ചോദിച്ചു. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. അത് കേട്ട് ഇനി പങ്ങേ തലയ്ക്കുന്ന അയാൾ പറഞ്ഞു, അതെ വീടിന്റെ വാടകയുടെ കാര്യം ഞാൻ പറഞ്ഞേ, എല്ലാ മാസം കൃത്യമായിട്ട് തരുന്ന, ഈ മാസം തന്നിട്ടില്ല. ഈ 2 ദിവസത്തോടെ സമയം തരും, അതിനുള്ളിൽ വാടക തന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. ശ്രുതിക്ക് ഇങ്ങനെ ഒന്നും മനസ്സിലായാലും അമ്പരം നിൽക്കുകയാണ്. വാടകയോ? താൻ അറിയില്ലാതെ ഏത് വാടകയോ അവള് കൊടുക്കുന്നേ? ശ്രുതി എന്ന് തന്നെയാണ് പറയുകയും ചെയ്തേ. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ശ്രുതിയെ ചോദ്യം ചെയ്യാണ് ശ്രുതി. അല്ല, നീ ഏതെങ്കിലും വീടിന് വാടക കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏത് വീടിന്? ഇപ്പോൾ ഒരുത്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ വാടക കൊടുക്കുന്ന വീടിന്റെ വാടക കൊടുത്തിട്ടില്ല എന്ന്, 2 ദിവസത്തോടെ സമയം തരുമെന്ന്. അത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും ഞെട്ടി. കാരണം അമ്മയെ ആദ്യം താമസിക്കുന്ന വീടിന്റെ വാടകയുടെ കാര്യമാണ്. അതെങ്ങനെ ശ്രുതിയോട് പറയാൻ പറ്റും? ആകെപ്പാടെ പെട്ടുപോയി, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഒടുവില് ശ്രുതി ഒരു കള്ളത്തരം പറയാണ്. ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ടിന്റെ വീടിന്റെ വാടകയാന്ന് പറഞ്ഞു. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? നിനക്കൊരു മീര എന്ന് പറയുന്ന ഫ്രണ്ടല്ലേ ഉള്ളൂ, അവളുടെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ, വേറെ ഏത് ഫ്രണ്ടാന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ശ്രുതിക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിച്ചു. അതെ, എല്ലാ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാ, അവളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവൾക്ക് 2 മാസമായിട്ട് ബിസിനസ് കുറച്ച് ഡള്ളാണ്, അപ്പൊ വാടകയൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാനാ കൊടുത്തോണ്ടിരുന്നേ. അപ്പൊ അതുകൊണ്ട് അയാൾ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ ശ്രുതിക്ക് ദേഷ്യമായി. ശ്രുതി ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞേ ഇതൊക്കെ ഏറ്റെടുക്കാനായിട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്ത വയ്യാവില്ലൊന്നും തലയെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ദേഷ്യപ്പെടുകയാണ്. ഒടുവില് ശ്രുതി പറഞ്ഞു, ദേ ശ്രുതി, ശ്രുതിയുടെ ഭാര്യ എന്ന് വെച്ചിട്ട് എല്ലാം കൂടെ എന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നീ ശ്രമിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. എനിക്ക് എന്റേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രുതിക്ക്. കാരണം എങ്ങാനും പിടിക്കപ്പെട്ടു പോയിട്ടുണ്ടെ തീർന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. ആ സമയത്ത് സച്ചി എന്ത് ചെയ്തു, വീട്ടിലേക്ക് വരുന്നുണ്ട്. നന്നായിട്ട് മദ്യപിച്ചിട്ടാ വരുന്നേ. ഒരു കാരണവശാലും രേവതി പിടികൂടല്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി അങ്ങോട്ട് ചെന്നു. സച്ചി ഓർത്ത്, ദൈവമേ താൻ സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങനെ പിടിക്കപ്പെടുവോ, മണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ. ഈ സമയത്ത് രേവതി സച്ചി അടിമുടിയെ നോക്കി. സച്ചിയേട്ടൻ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ എവിടുന്ന്? ഞാൻ മദ്യപിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയരുത്. പിന്നെ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ സ്ഥിരം ഒരു മദ്യപാനിയല്ലേ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നില്ല ഞാനൊരു മദ്യപാനിയെന്ന്. അങ്ങനെ എന്നെ അങ്ങോട്ട് ഒച്ചാക്കാൻ ശ്രമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഈ സമയം രേവതി പറഞ്ഞു, എനിക്ക് സച്ചേണ്ണ ഒട്ടും വിശ്വാസമില്ല. സച്ചേണ്ണ ആരാ മോന്? മിക്കവാറും എന്നോട് കള്ളത്തരം പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കള്ളത്തരം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനായിട്ടാ? ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ എനിക്ക് മടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രേവതിക്ക് സംശയം. രേവതി നിന്നോ ഊതിക്കേ എന്ന് പറഞ്ഞു. സച്ചി പെട്ടുപോയി. ഒടുവിൽ സച്ചി ഊതുവാണ്. ഊതിക്കുമ്പോൾ നല്ല സ്മെല്ല്. എന്തൊരു സ്മെല്ലാ സച്ചേട്ടാ, എനിക്കിവിടെ പൂസാവില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി ഞെട്ടിപ്പോയി. സത്യമാണോ നീ പറയണ? അതേന്ന് പറഞ്ഞു. ആഹാ, ആ മഹേഷ് പറഞ്ഞേ പേരയ്ക്കം മേടിച്ച് ചവച്ചരച്ച് തിന്നുവാണെങ്കിൽ മദ്യത്തിന്റെ മണമൊന്നും പുറത്തേക്ക് വരില്ലെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് മഹേഷിനെ വിളിച്ചു. എടാ നീ അല്ലേടാ പറഞ്ഞേ പേരയ്ക്കോ ഒക്കെ വായിലിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ മണം വരില്ലെന്ന്. ഇപ്പൊ എന്നിട്ട് മദ്യത്തിന് നല്ല മണമാണെന്നാണോടാ രേവതി പറഞ്ഞേ. അപ്പൊ നീ എന്നെ ചതിക്കുക ചെയ്തല്ലേന്ന് ചോദിച്ചു. ചതിക്കാനാ? ഞാനാ? ദേ മിണ്ടരുത് നീ എന്നും പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്തു. രേവതി പറഞ്ഞു, ഓഹോ അപ്പൊ അതായിരുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള സച്ചേണ്ണ അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്ത് വേണല്ലോ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല.
അവനവന്റെ ജീവിതം നന്നാവണം എന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. മറ്റുള്ളവർ ഉന്തി മരം കയറ്റിയിട്ടൊന്നും കാര്യമില്ല. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. മനുഷ്യൻ വീണ്ടും നാണം കിടത്തുള്ളൂ. സച്ചേട്ടൻ ഈ വീട്ടിലൊരു മര്യാദ കിട്ടുമോ? മദ്യപിച്ച് 4 കാലം കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വായി വന്നെല്ലാം പറയാണ്. ഒടുവിൽ സച്ചു പറഞ്ഞു, അത് രേവതി, ഞാൻ കൂടുതലൊന്നും പറയണ്ട, മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയം ശ്രീകാന്ത് മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും വർഷ ദേഷ്യപ്പെട്ടിരിക്കുവാണ്. ശ്രീകാന്ത് ചോദിച്ചു, നീ എന്തിനാ വർഷ വിളിച്ചതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ വർഷ പറഞ്ഞു, കുന്തം, മിണ്ടാതെ പോയിക്കോ അവിടുന്ന്. എത്ര വട്ടം ഞാൻ വിളിച്ചു, എന്നിട്ട് എന്താ കോൾ എടുക്കാതിരുന്നേ? ഓ, അവള് കാണുമായിരിക്കും അല്ലേ, ആ സുന്ദരി നീതു, അവളുമായിട്ട് കത്തി വെച്ചുകൊണ്ടിരുന്നോണ്ട് എന്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. എന്റെ വർഷേ, നിന്ന് മിണ്ടായിരിക്കും, മനുഷ്യനോട് സമാധാനമില്ല. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു പറഞ്ഞു. എന്ത് മീറ്റിങ്ങിലാണെങ്കിലും ഒന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയാൻ മേലേ? ഞാൻ മീറ്റിങ്ങിൽ ഇത്തിരി കഴിയുമ്പോൾ തിരികെ വിളിക്കുമെന്ന്. അവരുടെ മീറ്റിംഗ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. ആ സമയത്ത് ശ്രീകാന്തിന് ദേഷ്യം, നിനക്ക് ഇത് ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, നീ എ സിക്കകത്തിരുന്ന് ജോലി ചെയ്യുന്ന പോലെയല്ല, ഞാൻ നല്ല പൊരിവേലത്ത് കിടന്ന് അധ്വാനിക്കുകയോ ചെയ്യുന്നത്. വെയിലത്തോ? വെയിലിനേക്കാളും കാടിനുള്ള ചൂട് അറിയാവോ ഷെഫ് എന്ന് പറയുമ്പം അവൻ ഏൽക്കേണ്ടത്. കാരണം ചൂടത്ത് നിന്ന് വേണം പണിയെടുക്കാനായിട്ട്. അതൊന്നും നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. അത് അനുഭവിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. എന്നിട്ടോ വീട്ടിലേക്ക് ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞ ഒന്നുണ്ടോ? കോൾ എടുത്തില്ല പോലും. അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുവാണ്. ഒടുവിൽ ശ്രീകാന്ത് ഒരു പായം തലവണി എടുത്തുകൊണ്ട് കയറി പോവാണ്. ടെറസയിൽ എങ്ങനെ പോയി കിടക്കാം, മനസ്സമാധാനത്തോടെ കിടക്കാലോ എന്നും പറഞ്ഞുകൊണ്ട്. അത്രയ്ക്ക് നല്ല സങ്കടവും ദേഷ്യമായിരുന്നു ശ്രീകാന്തിന്. അതുപോലെ തന്നെ ശ്രുതിയോട് വഴക്കിട്ട് ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങുവാണ്. കാരണം വാടകക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ശ്രുതി പറയാത്തതുകൊണ്ട് അതിന്റെ ദേഷ്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു സച്ചിക്ക് നല്ല ദേഷ്യമായിരുന്നു. കാരണം താൻ മദ്യപിച്ചിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് രേവതി ചോദ്യം ചെയ്ത് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചേട്ടനനുജന്മാരും 3 പേരും കൂടെ ടെറസയിൽ ഒത്തുകൂടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.